ഹായ്, വെൽക്കം ടു ഡ്രീം മീഡിയ. ഹായ്. ഹലോ. ഡാലു, യെസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഡാലുവിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ. എല്ലാവരും ചോദിക്കുന്നത് പോലെ തന്നെ ആദ്യം നമ്മൾ ഡാലുവിൻ്റെ സ്വദേശം എവിടെയാണ് ശരിക്കും? ഞാൻ ജനിച്ച കാലിക്കറ്റ്, കോഴിക്കോടാണ് ജനിച്ചത്. പക്ഷെ പഠിച്ചു വളർന്നൊക്കെ ഊട്ടിയിലായിരുന്നു. സ്കൂളിങ്ങൊക്കെ കംപ്ലീറ്റ് ഊട്ടിയാണ്. പിന്നെ അത് ചെന്നൈ സെറ്റിൽഡ് ആയിരുന്നു. സോ ചെന്നൈയിലാണ് എൻ്റെ ഒരു കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ചെന്നൈയിൽ നിന്നാണ്. ഇപ്പോൾ ഇവിടെ കോളേജ് അതൊക്കെ ചെന്നൈ. ഹോട്ടൽ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്തു. ഫാഷൻ ഡിസൈനിങ്, പല മേഖലകളിലും നമ്മൾ അല്ലേ, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിങ് ചെയ്തു, ട്രാവൽ ആൻഡ് ടൂറിസം ചെയ്തു, IRT എടുത്തു. ഇല്ലാത്ത പണികളൊന്നും ഇല്ല അല്ലേ നമ്മളെല്ലാം? നമുക്ക് എവിടെ അന്നൊന്നും അറിയില്ലല്ലോ ഇങ്ങനെ എവിടെയൊക്കെ ഒരു നമ്മളൊരു ബേസിസ് എവിടെയായിരിക്കും നമ്മളെ കരിയർ സക്സസ് എന്ന് അറിയില്ല. അപ്പം പിന്നെ ഇൻട്രസ്റ്റിംഗിലെ പാട്ടൊക്കെ ചെയ്തു. കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡ് ഓഫ് കോഴ്സ് യെസ്, ഫാഷൻ അവിടെയായിരുന്നു എൻ്റെ എയിം. അപ്പം അല്ല, അതിനെക്കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. ഇത് സ്റ്റാർട്ടപ്പ് ചെയ്തത് എത്ര വർഷമായി? ഇപ്പം ഞാൻ 23 വർഷം കംപ്ലീറ്റ് ചെയ്ത ഇൻഡസ്ട്രിയിൽ, ഈ ഒരു മേഖലയിൽ ഷോയും കാര്യങ്ങളും എന്തൊക്കെയാണ് നമ്മളെ ഈ ഒരു മേഖലയിൽ? ഞാനെന്ന് പറയുമ്പോൾ ഐ എം എ ഫാഷൻ ഡയറക്ടർ, കൊറിയോഗ്രാഫർ, ഗ്രൂമർ. ഇത് മൂന്നുമാണ് നമ്മളുടെ ഇതാണ് മെയിൻ പാർട്ട് നമ്മൾ ഫാഷനിൽ. പിന്നെ ലൈക്ക് പുതിയ വരുന്ന കുട്ടികളെ, യങ് ടാലൻസിനെ കണ്ടെടുത്തു, അവരെ വാർത്ത് ഗ്രൂം ചെയ്തു, അവരെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരിക. അതാണ് ഗ്രൂമർ. പിന്നെ ഇപ്പം ഷോസ് എന്ന് പറയുമ്പോൾ പല പല ബ്രാൻഡ്സിനൊക്കെ വേണ്ടിയിട്ട് ഷോസ് ചെയ്യുക, പല ബ്യൂട്ടി പാജൻസ് ചെയ്യുക. ഇപ്പോൾ ഡാലു, ഇപ്പോൾ എത്ര സ്ഥലങ്ങളിൽ ഇപ്പം നമ്മളിത് ഈ ഒരു ഷോ ചെയ്തിട്ടുണ്ട്? നമ്മളൊക്കെ ഇന്ത്യയിൽ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലല്ല, ഞാൻ മോർ ദാൻ 1600 മേലെ ഷോസ് ചെയ്തിട്ടുണ്ട്. 1600 മേലെ ഷോസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 400 ചില്ലാൻ ബ്യൂട്ടി പാജൻസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 17,000 മോഡൽസിനെ ഗ്രൂം ചെയ്തിട്ടുണ്ട്, ഗേൾസിനെ. ഓൾമോസ്റ്റ് 1200 ബോയ്സിനെ ഗ്രൂം ചെയ്തിട്ടുണ്ട്. 700-800 കിഡ്സിനെ ഗ്രൂം ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട് എന്തൊക്കെയാണ് ഒരു ആണായാലും പെൺകുട്ടിയായാലും കുട്ടികളായാലും എന്തായാലും അതിനകത്ത് വരേണ്ട എന്തൊക്കെയാണ് നമുക്ക് അവർക്ക് വേണ്ട? പ്രത്യേകിച്ച് അതിപ്പോൾ ഏതൊരു ക്വാളിറ്റീനെക്കാട്ടും നമ്മൾ പറയേണ്ടത്, ഏതൊരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ആദ്യം ഇൻഡസ്ട്രീനെ പറ്റി പഠിച്ചിരിക്കുക. കാരണം ചീത്തയും നല്ലതും എല്ലായിടത്തിലുണ്ട്. സോ അത് നന്നായി ഹോംവർക്ക് ചെയ്തു ഇൻഡസ്ട്രിയിലേക്ക് വരിക. ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇതിനെപ്പറ്റി അറിയാണ്ട് വന്ന് അന്താളിച്ച് നിന്നിട്ട് പിന്നെ ഇൻഡസ്ട്രീനെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. സോ എല്ലാവരും ഇൻഡസ്ട്രീനെ പോലെ നല്ലതും ചീത്തയും എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്, ഇല്ലാത്തത്. പിന്നെ ഈ ഫാഷൻ ഇൻഡസ്ട്രീനെ ആൾക്കാർ ഉറ്റുനോക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഗ്ലാമർ ആൻഡ് ഗ്ലിറ്റ്സ്. അതിനെക്കൊണ്ടാണ് ഇതിനോട് ഉറ്റുനോക്കുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ യുവതലമുറ എല്ലാവർക്കും 100 പേരെ എടുത്താൽ അറ്റ്ലീസ്റ്റ് ഒരു 95 പേർക്കും മോഡലാവണം. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. പക്ഷെ അത് എത്ര പേർക്ക് അതിന് സക്സസ് ആവും? അതൊന്നും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറല്ല. എങ്ങനെയും ഷോർട്ട് കട്ട് കൂടെ കയറണം, സക്സസ് ആവണം. അതിൽ കാര്യമില്ല. എന്ത് ജോബ് ചെയ്യുന്നിടത്ത് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മൾ ഏത് ജോലി എടുക്കുമ്പോഴും അതിൻ്റെ ഒരു കുറച്ച് എക്സാക്ട്ലി. അപ്പം അതിനില്ല ആ ഒരു ഇത് ഞാൻ ഇപ്പം വരുന്ന യങ്സ്റ്റേഴ്സിന് വളരെ ചുരുക്കം കാണുന്നേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ തന്നെ, കാരണം ഇൻഡസ്ട്രീനെ അറിയാണ്ട് ഇവർ വരുമ്പോൾ ഏതൊരു ആർട്ട് ഫോമിൻ്റെ പോലെയും ഇതൊരു ആർട്ട് ഫോമാണ്. സോ ഇതിനും അതിൻ്റെതായ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് അതൊക്കെ പ്രൊഫഷണലായിട്ട് ആൾക്കാരുടെ അടുത്ത് പഠിക്കുക, വരിക, ഇൻഡസ്ട്രി അങ്ങനെയൊക്കെ വരുമ്പോൾ ഇൻഡസ്ട്രിയിൽ തീർച്ചയായിട്ടും സക്സസ് ആവും. അപ്പം ഈ ഒരു ഫീൽഡിൽ നമ്മൾ സാറ് എവിടെയാണ് കോഴ്സ് ചെയ്തിരുന്നത് ഫസ്റ്റ്? കൊറിയോഗ്രാഫി എന്ന് പറയുന്നിട്ട് ഒരു കോഴ്സ് ഇല്ല ആക്ച്വലി. കൊറിയോഗ്രാഫി ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ തോട്ട്സ്, യുവർ ഐഡിയാസ്. നമ്മളെ ചിന്താഗതികൾ, നമ്മളെ ഐഡിയാസ്, നമ്മളെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ, അത് ഇപ്പോൾ ഒരു കോസ്റ്റ്യൂം കാണുമ്പോൾ ഇതിനെങ്ങനെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാം, ആളുകൾ ഇതിനെങ്ങനെ കണ്ടാൽ ആളുകൾ ഇഷ്ടപ്പെടും. അപ്പോൾ അത് നമുക്ക് ഒരു ഇൻബോൺ ടാലൻറ്റ് വേണമെന്ന് തന്നെ പറയാം. പിന്നെ പിന്നെ കൂടാണ്ട് ടെക്നിക്കലി
ഇപ്പോൾ ഒരു മോഡൽ നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആർട്ട് ഫോമാണ്, ഇതിന് അതിൻ്റെതായ റൂൾസ് ഉണ്ട്. അല്ലാണ്ട് നമുക്ക് തോന്നിയതുപോലെ കൈ വെക്കാനോ കാല് വെക്കാനൊന്നും പാടില്ല. സോ ഇറ്റ് ഹാസ് എ റൂൾസ് ആൻഡ് റെഗുലേഷൻ. അപ്പം അതൊക്കെ പഠിച്ചെടുക്കുക, അതൊക്കെ പഠിക്കാം. അത് പ്രൊഫഷണലായിട്ട് പഠിച്ചാൽ യെസ്, അതാണ് ആ ഒരു ഫീൽഡിലുള്ള അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മളത് പഠിച്ചാൽ മാത്രമേ നമ്മൾ ആ ഒരു സക്സസ്ഫുൾ ആവുള്ളൂ. എക്സാക്ട്ലി. അല്ലെങ്കിൽ പിന്നെ വന്ന് ഹാർഡ് വർക്ക് ചെയ്യാണ്ട് വീട്ടിലിരുന്നിട്ട് ചാൻസ് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ട് അത് നടക്കൂല. നമ്മൾ മുന്നോട്ട് ഇറങ്ങണം. അതെ, തീർച്ചയായിട്ടും. യെസ് യെസ്. ഇതിന് കോഴ്സ് കൊടുക്കാറുണ്ടോ സാർ? കോഴ്സ് ഉണ്ട്. എനിക്ക് 1 day വർക്ക്ഷോപ്പ് ഉണ്ട്. ജസ്റ്റ് 1 day വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഡസ്ട്രി എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രീനെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് ഈ ഫാഷൻ ഇൻഡസ്ട്രി. പിന്നെ ഐ ഹാവ് 1 week ക്ലാസ്സസ്, 15 days ക്ലാസ്സസ്, 1 month ക്ലാസ്സസ്. പിന്നെ 3 months. 3 months എന്ന് പറയുന്നത് കൂടുതൽ ഈ ഏജൻസിനൊക്കെ പോകുന്ന, ഈ കോമ്പറ്റീഷനൊക്കെ പോകുന്ന ആൺകുട്ടികൾക്കും കുട്ടികൾക്കും. അത് എങ്ങനെ 3 month ആണോ അങ്ങനെയാണോ? അതിപ്പം ചിലർ കുറേ ഹോം വർക്ക് ചെയ്യും. അപ്പം അങ്ങനത്തെവർക്കൊക്കെ ഒരു 15 days ഒക്കെ മതി. ഒരു ബേസിക് ഒന്ന് ഒരു പേജിന് പോകുമ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഇപ്പം ഇത്ര വർഷമായിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ന്യൂജൻ കാലഘട്ടമാണല്ലോ അല്ലേ? ഇത് വെച്ച് നോക്കുമ്പോൾ പഴയതും ഇപ്പോൾ ഈ ന്യൂജനായിട്ടുള്ള പുതിയ പുതിയ എന്തെങ്കിലും ഐഡിയാസുകൾ എന്തെങ്കിലും ഓഫ് കോഴ്സ് യെസ്. ഞാൻ ഇപ്പം ചെയ്യുന്നത് എന്താ വെച്ചാൽ കൂടുതലും സൊസൈറ്റിക്ക് ഒരു മെസ്സേജസും ഇല്ലതുപോലത്തെ ഒക്കെ ഷോസാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ റീസെൻ്റ്ലി ഞാൻ കുറച്ച് മുന്നേ ഈ ഒരു എക്കോ വോക്ക് എന്നിട്ടൊരു ഷോ ചെയ്തു. അതിൽ ഞാൻ ട്രൈബൽസ്, ആദിവാസി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഗ്രൂം ചെയ്തു. അവരാണ് എൻ്റെ ഷോ ചെയ്തത്. അത് ഇന്ത്യയിൽ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു ഷോ. ആദിവാസികൾ അത് ആദ്യമായിട്ടാണ്, ഐ തിങ്ക് ഫാഷൻ ചരിത്രത്തിലെ ആദ്യമായിട്ടായിരിക്കും ഒരു ട്രൈബൽ അങ്ങനെ ഒരു അത്. ആ ഷോ ഞാൻ വെറും ഖാദിയും കോട്ടനുമാണ് ഞാൻ പ്രൊമോട്ട് ചെയ്തിരുന്നത്. പിന്നെ യങ് ടാലൻറ്റ്, പിന്നെ എൻ്റെ സ്വന്തം ഷോ എന്ന് പറയുന്നത് ഞാൻ റീസെൻ്റ്ലി സൂപ്പർ മോഡൽ ജൂനിയർ എന്നിട്ട് 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളൊരു ഷോ ചെയ്തു, ഫോറം മോഡൽ വെച്ചിട്ട്. പിന്നെ മുത്തശ്ശിമാർക്കുള്ള ഷോ ചെയ്യുന്നത് 50 വയസ്സ് മുതൽ 100 വയസ്സ് വരെ. പിന്നെ നമ്മൾ മിസ് കേരള സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ടുള്ള കുട്ടികൾക്കുള്ള ഷോ. അങ്ങനെ ലൈക്ക് ഡിഫറെൻറ്റ്. ഇപ്പോഴത്തെ ഒരു ന്യൂ ജെൻ, ഇപ്പം അങ്ങനെ ഒരു ന്യൂ ജെൻ എന്ന് പറഞ്ഞിട്ട് ഫാഷൻ എപ്പോഴും മാറില്ല. അത് ആളുകളുടെ ചിന്താഗതി മാറിയിരിക്കാം, വ്യത്യാസം. അല്ല, ഇതിനകത്തൊരു സാറിനെ ചോദിച്ചാലല്ല അറിയാൻ പറ്റുള്ളൂ. സംഗതി ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചോദിച്ചതാണത്. പിന്നെ ഇപ്പം ഇവിടെ നിന്നൊക്കെ ഇപ്പം പാരീസിലൊക്കെ എന്ന് വെച്ചാൽ മണിക്കൂറുകളിലാണ് ഫാഷൻ മാറുന്നത്. ഇപ്പം കണ്ട ഫാഷൻ ഒരിക്കലും 2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ കാണുന്നത് അത്രയും ഫാസ്റ്റ് ഉണ്ടാവും. സോ അപ്പം അതൊക്കെ ഇവിടേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഒരു 7-8 മാസം കഴിഞ്ഞ് അടുത്ത കൊല്ലം ഒരു വർഷം കഴിയും അല്ലേ? അതാണ് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസങ്ങൾ. ഇപ്പൊ പുറം രാജ്യങ്ങളിലൊക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ? അവിടെ ചെയ്യുന്നത് കൂടുതലും ഷോസുകൾ ഇപ്പൊ നമ്മള് ദുബായ്, അങ്ങനെ പല സിംഗപ്പൂർ, മലേഷ്യ, ബാങ്കോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഷോസ്. ഇപ്പൊ ഞാൻ മൈറ്റ് ബി നെക്സ്റ്റ് ഏപ്രിലിൽ ഞാൻ അയർലൻഡിൽ ഷോ ചെയ്യാൻ പോകും. പിന്നെ മാർച്ച്, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ UK വരുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ബിസി വിത്ത് മൈ വർക്ക്. കാരണം എനിക്ക് എന്നെ തന്നെ നോക്കാനും എനിക്ക് എന്നെ തന്നെ ഇരിക്കാനും സമയം, ട്രാവലിംഗ് ലൈക്ക് ക്രേസി. അപ്പം പിന്നെ അക്കാഡമി ഉണ്ട്, എൻ്റെ ഒരു അക്കാഡമി ഉണ്ട് എനിക്കിവിടെ കാക്കനാട്, ഡാലു ഫാഷൻ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ കാക്കനാട് ലാവണ്യ നഗറിൽ. അപ്പം ക്ലാസ്സസ് ഉണ്ടാവും. അത് ഡെയിലി ഉണ്ടോ അല്ലെങ്കിൽ ഇതാണോ? അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ 1 day വർക്ക്ഷോപ്പ് ആൻഡ് വീക്ക്ലി ക്ലാസ്സസ്. അപ്പോൾ എനിക്ക് ക്ലാസ്സസ് ഇല്ല സമയത്ത് പോവും, അവിടെ പോയി ക്ലാസ്. ഓൺലൈനുണ്ട് കൂടുതൽ എനിക്ക്. കാരണം പുറം രാജ്യങ്ങളിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ക്ലാസ്സസ് വരുന്നത്. അതായത് സിംഗപ്പൂർ, മലേഷ്യ, എല്ലാവരും നമ്മൾ അതല്ല. പിന്നെ അവർക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സസ് ആണ് കൂടുതൽ. അതായത് ഇന്ത്യൻസ് തന്നെ, അത് കുറേ മലയാളീസ് അവിടെ പോയി സെറ്റിൽ ആയവരൊക്കെയാണ്. അവർ അടുത്തൊരു പേജന്റിനെ ചിലപ്പം ചിലർ മിസ്സസ് ഇന്ത്യക്ക് പ്രിപ്പയർ ചെയ്യുന്നു, മിസ്സസ് വേൾഡിനെയും പ്രിപ്പയർ. അപ്പം അങ്ങനത്തെ ഗ്രൂമേഴ്സ്, അങ്ങനത്തെ ഗ്രൂമിങ് കണ്ടസ്റ്റൻസ് ആണ് കൂടുതലും. അതിനകത്ത് ഡയറക്ഷൻ ആണ് കൂടുതലും.
ഞാൻ മെയിൻലി ഇപ്പൊ ഞാൻ എക്സ്പേർട്ട് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഗ്രൂമിംഗിൽ യെസ് ഐ എം വെരി മച്ച് എക്സ്പെർട്ട്. ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ തന്നെ അച്ചീവ്മെന്റ് അവാർഡ്സുകളെല്ലാം കണ്ടു. ഓക്കെ, അത് ഒത്തിരി എത്ര വർഷമായി അല്ലേ? വർഷങ്ങളായിട്ട് കുറേ അവാർഡ്സ്. പക്ഷേ മെയിൻ ഇപ്പം ഓൾമോസ്റ്റ് 15-16 കൊല്ലമായിട്ട് സൗത്ത് ഇന്ത്യൻ ലക്നൗ ഫാഷൻ കൊറിയോഗ്രാഫ് അവാർഡ് എനിക്ക് തന്നെ കിട്ടുന്നത്. ഓക്കെ, പിന്നെ 15 വർഷമായിട്ട് അതിൻ്റെ ഉള്ള 2 കൊല്ലം ദുബായിൽ ലക്നൗ ദ ബെസ്റ്റ് കൊറിയോഗ്രാഫർ അവാർഡ് കിട്ടി. പിന്നെ ക്രിയേറ്റിവിറ്റി അവാർഡ് കിട്ടി, ബെസ്റ്റ് ക്രിയേറ്റിവിറ്റി കൊറിയോഗ്രാഫർ അവാർഡ് കിട്ടി. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഈ ട്രൈബൽസിൻ്റെ ഒക്കെ ഷോ ചെയ്ത സമയത്തും ഗ്രാൻഡ് മദേഴ്സിൻ്റെ ഒക്കെ ഷോ ചെയ്ത സമയത്തൊക്കെ സോ അങ്ങനെയൊക്കെ ഒരു അവാർഡ് കിട്ടി. അല്ല മറ്റേ ഇപ്പോൾ ഇത്ര അവാർഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ മുതൽ ഏജ് ആയിട്ടുള്ള ഇപ്പം ഞാൻ തന്നെ എന്തോരം സെലിബ്രിറ്റീസ് തന്നെ മലയാളത്തിൽ ഇപ്പം വന്നിരിക്കുന്ന 2008 മിസ് കേരള റീമ കല്ലിങ്കൽ, അവളൊക്കെ ഒരു കുറേ പേരെ അവരൊരു സ്റ്റാർട്ടിങ് പീരീഡിൽ എനിക്ക് അവരെ ലൈഫിലൊരു ഭാഗമാകാൻ പറ്റിയത് തന്നെ വളരെ ഒരു ഹാപ്പി ആയിരുന്നു. റീമ, അമല പോൾ, നൂറിൻ ഷെരീഫ്, പ്രിയ വാര്യർ, ദുർഗ കൃഷ്ണ, ഐശ്വര്യ ലക്ഷ്മി, നേഹ സക്സേന, അങ്ങനെ കുറേ സെലിബ്രിറ്റീസ്, ഒത്തിരി പേര് അവരുടെ കരിയറിലൊരു രാജീവ് പിള്ള, ഷിയാസ് കരീം, അങ്ങനെ കുറേ പേര് ലൈഫിൽ അവരൊരു സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊരു അവരൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ സമയത്ത് അവരെ കൈപിടിക്കാൻ പറ്റിയതിൽ തന്നെ വളരെ ഒരു സന്തോഷമുള്ള കാര്യം. അതെ, ഞാൻ വിചാരിക്കും എത്ര അവാർഡ് വാങ്ങുന്നില്ല. ഇപ്പം ഈ ഇപ്പം എവിടെയൊക്കെ ചെന്ന് കാണുമ്പോൾ ഈ കുട്ടികൾ അമ്മമാരൊക്കെ ആണെങ്കിൽ പോലും ഇല്ലേ അതൊരു സന്തോഷം, ഒരു ഹാപ്പിനെസ് എപ്പോഴും ഒരു അത് വല്ലാത്തൊരു അതൊക്കെയാണ് സക്സസ് എന്നാണ് എൻ്റെ ഒരു ഇത്. തീർച്ചയായിട്ടും. അത് അല്ല സാർ ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ ആ ഫേസിലുണ്ട് അല്ല ആ ഒരു സന്തോഷം അല്ലേ? മറ്റേ നമ്മൾ അവാർഡ് കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മള് അവരുടെ ആ ഒരു സ്നേഹമാണ് അല്ലേ? എക്സാക്ട്ലി തീർച്ചയായിട്ടും. നമ്മൾ ഇത്രയും വർഷത്തെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ പല മേഖലയിൽ ചെല്ലുമ്പോഴും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആ ഒരു 2 കൈ നീട്ടി നമ്മളെ അല്ലേ സ്വീകരിക്കുന്നതാണ് ഭയങ്കര ഇത്. പണ്ട് തന്നെ ആ ഒരു ഫാഷൻ മേഖലയിലെ ആളുകൾക്ക് അറിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ റിയാലിറ്റി ഷോ മലയാളി ഹൗസ് ലൈക്ക് ബിഗ് ബോസിന്റെ ഒരു പാറ്റേണിലെ സൂര്യ ടി വിയിലെ ഒരു മലയാളി ഹൗസിന്റെ ഒരു കണ്ടസ്റ്റന്റ് ആവാൻ പറ്റിയതും ആ ഒരു ഷോയോടുകൂടി സാധാരണ ജനങ്ങളിലേക്ക് എനിക്ക് ഇറങ്ങി എത്താൻ പറ്റി. സാധാരണ ഒരു വ്യക്തികൾക്ക് ആരാണ് ഡാലു അറിയാം. പക്ഷെ എത്ര വർഷം 10-13 വർഷം അന്നൊന്നും സോഷ്യൽ മീഡിയ എത്ര ഉണ്ടായിരുന്നില്ല. അന്ന് ഫേസ്ബുക്കും ഓർക്കുട്ടും മാത്രമൊക്കെ ഉണ്ടായിരുന്ന സമയം. എന്നാൽ അതുപോലും വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്ന സമയം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് ആ ഷോക്ക് ആണെങ്കിൽ ഇന്നൊക്കെ ശരിക്കും പറഞ്ഞാണെങ്കിൽ അതിന്റെ ഒരു ലെവല് വേറെ തന്നെ. കാരണം അതിന്റെ കാസ്റ്റിംഗ് ഒക്കെ തന്നെ ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ കാസ്റ്റിംഗ് ആയിരുന്നു. സന്തോഷ് പണ്ഡിറ്റ്, GS പ്രദീപ്, രാഹുൽ ഈശ്വർ, സിന്ധു ജോയ്, അങ്ങനെ പല മേഖലയിൽ നിന്ന് എല്ലാ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു ആ ഷോയിൽ. അത് ഭയങ്കര ഒരു കോൺട്രവേഴ്സി ആയിരുന്നു. അതെ, അതൊരു നല്ലൊരു അല്ലേ? അത് പക്ഷേ അന്ന് ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത സോഷ്യൽ മീഡിയ എത്ര ഒരു ഹൈപ്പ് ഇല്ലാത്ത അന്ന് ഫേസ്ബുക്കും ആണ് അല്ലേ? ഫേസ്ബുക്കും ഓർക്കുട്ടും. അതെ അതെ. ഇനി നമ്മള് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ഫാമിലിയെ കുറിച്ച്. ഫാമിലി ഞാനും അമ്മയാണ്. സോ അമ്മയാണ് എൻ്റെ കൂടെ സ്റ്റേ ചെയ്യുന്നത്. അമ്മ ഇടയ്ക്ക് ഇവിടെ സ്റ്റേ ചെയ്യും. കാരണം ഒന്നാമത് ഞാൻ എപ്പോഴും ട്രാവലിംഗ് ആയിരിക്കും. ഇപ്പം തന്നെ ഞാൻ ഒരു 10-15 ദിവസത്തിന് ശേഷം ഇവിടെ വരുന്നത്. ഞാൻ ഡൽഹി, ജോധ്പൂർ ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ മമ്മിക്ക് ഇപ്പം 78. അപ്പോൾ ഇടയ്ക്ക് കാലിക്കറ്റിലായിരിക്കും ഏട്ടൻ്റെ അടുത്ത് പോവുക. ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കും. ഫാമിലിയിലും ഞങ്ങൾ 4 പേരാണ്. അതിലും ബ്രദർ, പിന്നെ 2 ബ്രദേഴ്സ് മരിച്ചു. അവരൊക്കെ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആയിരുന്നു. ഞാനും ഷീസ് മൈ ബാക്ക് ബോൺ. ഈ ഒരു ഫീൽഡിൽ വന്നപ്പോൾ എങ്ങനെയാണ് വീട്ടിലുള്ള അന്നൊക്കെ നമ്മൾ ഒരു ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഓടിച്ചിട്ടിരിക്കുക. കാരണം അന്നൊന്നും അത്ര ഒരു ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ടൈലർ ഷോപ്പ് തുടങ്ങുക അങ്ങനത്തെ ഒരു ചിന്താഗതി ആയിരുന്നല്ലോ പണ്ട്. അവരെ പറഞ്ഞില്ല അത്രയല്ല അപ്ഡേറ്റ്. ഇപ്പൊ അതാ ഞാൻ പറഞ്ഞേ, ഇപ്പം ഒരു ഡോക്ടറോ എഞ്ചിനീയർ ആവുന്നതിനെക്കാട്ടും ആളുകൾക്ക് ഇഷ്ടം ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ. തീർച്ചയായിട്ടും അത് കാരണം അന്നൊന്നും നമുക്ക് ചോയ്സസ് ഇല്ല. പാരന്റ്സ് എന്താണോ പറയുന്നത് അതാണ് ചോയ്സ്. അന്ന് നമ്മൾ കാരണന്മാരെ ഡിപ്പെൻഡ് ചെയ്ത് അത് നമ്മൾ ഡിപ്പെൻഡന്റ് ആണ് വീട്ടില്. അപ്പൊ അവർക്ക് ഒന്നെങ്കിൽ MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിങ് അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമേ. തീർച്ചയായിട്ടും അവർ പഠിച്ച് ഒരു നിലയിലാക്കിയിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു കാണാനാണ് കൂടുതൽ താല്പര്യം.
അതൊരു പിന്നെ ഞാനൊരു ഹോട്ടൽ മാനേജ്, അച്ഛനൊരു ഹോട്ടലായിരുന്നു, അതിനെ കൊണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് സമ്മതിച്ചു. പക്ഷെ ഫാഷൻ എന്ന് പറഞ്ഞപ്പോൾ തീരെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹോട്ടല് നടത്തിക്കൊണ്ടിരുന്നത്. അച്ഛൻ്റെ ഹോട്ടലും ലോഡ്ജൊക്കെ ആയിരുന്നു കാലിക്കറ്റിലുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ കാലിക്കറ്റിൽ അവിടെ തന്നെ വീടും ഇതൊക്കെ ഉണ്ടോ? അവിടെ തറവാടുണ്ട്, ചേട്ടനുണ്ട്. ചേട്ടൻ കാലിക്കറ്റിലാണ്. ചേട്ടനൊക്കെ എന്ത് ചെയ്യണോ? അവര് ഹി വാസ് ഇൻ അബുദാബി NPCസിലായിരുന്നു. ഇപ്പൊ റിട്ടയർ ആയിട്ട് ഫുള്ളി ഫാമിലി, മക്കള് കല്യാണം കഴിഞ്ഞ്, മക്കളതും കഴിഞ്ഞ് പേരക്കുട്ടികളൊക്കെ ആയിട്ട് ഇപ്പൊ ശരിക്കും റെസ്റ്റ് ചെയ്തു. നമ്മളിപ്പോ ഇങ്ങനെ അപ്പോ ലാൽകൃഷ്ണ ഏറ്റവും ഇളയതാണോ? അല്ലല്ല, എന്റെ ബ്രദറിനെ പുള്ളി ഇപ്പൊ കുറച്ച് മുന്നേ മരിച്ചു. ഓക്കെ. അപ്പൊ മിഡിലാണ്. അതല്ലേ. ഓക്കെ. നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി ഇപ്പൊ ഡാലു ബേബി എന്ന് പറഞ്ഞ പോലെ. അതെ, ഡാലു ബേബി എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് മലയാളി ഹൗസ് തേടി തന്ന നെയിം. കാരണം എനിക്കൊരു മുഖംമൂടിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്താണോ അതായിരുന്നു ഞാൻ അവിടെ. തീർച്ചയായിട്ടും. സോ അങ്ങനെയാണ് ഡാലുവിൽ നിന്ന് ഡാലു ബേബിയിലേക്കുള്ളൊരു യാത്ര വന്നതല്ലേ. അതാണ് ഞാൻ ചോദിക്കാനായിട്ട് വന്നിരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ബേബി വന്നത്, എങ്ങനെയാന്ന് ചോദിക്കുന്നത്. അവിടെയാണ് ആളുകൾ എന്നെ, അവരെ വീട്ടിലെ ഒരാളായിട്ട് എന്നെ കാണാൻ തുടങ്ങി. അവർക്ക് പിന്നെ വളരെ ഇപ്പൊ സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെയാണ്, ബേബി പോലെ സംസാരിക്കുമ്പോ അല്ലേ, അതേ ആ ഒരു ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. തീർച്ചയായിട്ടും, അത് അത്രേ ഉള്ളൂ. നമ്മൾ ഈ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ജോയിൻ ചെയ്യാൻ എന്തൊക്കെയാണ് നമ്മുടെ റൂൾസുകളൊക്കെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫസ്റ്റ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാം, ഒരു 1 day വർക്ക്ഷോപ്പിന് അറ്റൻഡ് ചെയ്യാനാണ് പറയാം. ഈ 1 day വർക്ക്ഷോപ്പിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രിയിൽ ഏത് മേഖലയിലേക്ക് പോയാലാണ് സക്സസ്ഫുൾ ആവാം. കാരണം ഇതിലത്തെ ഈ ഫാഷൻ ഇൻഡസ്ട്രിന് പല ഇതുണ്ട്. അപ്പം അതിൽ ഏത് സ്ഥലത്ത് ചെന്നാലാണ് അവർക്ക്, അപ്പം ആദ്യം അവർക്ക് മനസ്സിലാവും. സോ 1 day വർക്ക്ഷോപ്പ് ഉണ്ട്. അത് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ 1 week ക്ലാസ്സസ്. അത് പിന്നെ അവർക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ പേജൻറ്റിനൊക്കെ ഇപ്പം മിസ് കേരള, മിസ്സസ് കേരള അങ്ങനത്തെ പോകുന്ന കുട്ടികളൊക്കെ കൂടുതൽ 15 days വർക്ക്ഷോപ്പ് ഒക്കെ, 15 days ക്ലാസ്സസ് ഒക്കെയാണ് അറ്റൻഡ് ചെയ്യുക. സോ അത് ഫസ്റ്റ് നമ്മൾ എന്തായാലും ഫിസിക്കലി വേണം. 1-2 സെഷൻസ് ഫിസിക്കലി എന്തായാലും വേണം. കാറ്റ് വാക്ക് ഒക്കെ ഞാൻ ഫിസിക്കലി എടുക്കുകയുള്ളൂ, ഓൺലൈൻ എടുക്കും. ബാക്കി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ, ബ്യൂട്ടി ടിപ്സ്, ഫാഷൻ ടിപ്സ്, പബ്ലിക് സ്പീക്കിംഗ്, ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ എടുക്കും. ഗ്രൂമിംഗ് ഓൾറെഡി എൻ്റെ ഒരു പേജ് ഉണ്ട്, ഡാലു ഫാഷൻ ഫാക്ടറി എന്നുള്ള പേജ് ഉണ്ട്. സോ പിന്നെ ഡാലു കൃഷ്ണദാസ്, ഇറ്റ്സ് ഡാലു ഫാഷൻ ഫാക്ടറി എന്നാണ് പേജ് ഇൻസ്റ്റാഗ്രാമിൽ, ഡാലു കൃഷ്ണദാസ്. അപ്പം ഞാൻ ഇതിൽ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യും. സോ ഓഡിഷൻസ് ആണെങ്കിലും വല്ല കാസ്റ്റിംഗ് ഉണ്ടെങ്കിലും എല്ലാം അപ്ഡേറ്റഡ് ആണ് അതിൽ. ഞാൻ എന്താ ചെയ്യുന്നത് പോലും അപ്ഡേറ്റഡ് ആണ് അതിൽ. അപ്പോൾ അതിൽ നോക്കിയാൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ഡേഷൻസ് വരും. നമ്മൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പോസ്റ്റേഴ്സും എൻ്റെ എൻ്റെ അനൗൺസ്മെൻറ്റും ഒക്കെ ഉണ്ടാവും അതിൽ. പിന്നെ അതുപോലെ തന്നെ സാറ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്പറും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്പറിൽ തന്നെ നേരിട്ട് സംസാരിക്കാം. നമ്മളെ ഇതിൽ കാണുന്ന പ്രേക്ഷകർക്ക് ആർക്ക് വേണമെങ്കിലും, അതായത് ഇതിനകത്ത് ഏജ് ലിമിറ്റേഷൻ ഇല്ല. നോ ഏജ് ലിമിറ്റേഷൻ. ആർക്ക് വേണമെങ്കിലും വന്ന് അറ്റൻഡ് ചെയ്ത് എന്താണ് ഫാഷനും എന്താണ് മോഡലിംഗും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. സോ യു ക്യാൻ റീച്ച് മീ അറ്റ് 9995291089 9995291089. ഇത്രയും നേരം നമ്മൾ ഫാഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഓക്കെ, പല മേഖലകളിലും പല സ്ഥലങ്ങളിലും പോയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നമ്മുടെ ഡ്രീം മീഡിയക്ക് വേണ്ടി, നമ്മുടെ ഡ്രീം മീഡിയ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കാവുന്ന ഒരു മെസ്സേജ് എന്താണ്? ഡ്രീം മീഡിയ പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരു ലൈഫേ ഉള്ളൂ. സോ സ്പ്രെഡ് ലവ്, ബി ഹാപ്പി. സോ ഹാപ്പിനെസ് വിൽ സെർച്ച് ആൻഡ് കം ടു യു. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. അപ്പം ഇത്ര നേരം നമ്മൾക്ക് വേണ്ടി തന്നതിൽ വളരെയധികം സന്തോഷം. തിരക്കേറിയ സമയത്തും നമ്മൾക്കൊരു എന്താ പറയാ, ഡാലു കൃഷ്ണയുടെ ജീവിതയാത്ര ഇനിയും എന്താ പറയാ പല പല മേഖലകളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.